നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ജസ്ന മരിയ ജെയിംസിൻ്റേത് കൊലപാതകമോ ആത്മഹത്യയോ എന്നതിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ജസ്ന ഒളിച്ചോടിയെന്നും മറ്റൊരു മതസ്ഥനെ വിവാഹം ചെയ്തുവെന്നും മുസ്ലിം തീവ്രവാദി സംഘടനയിൽ ചേർന്നുവെന്നുമുള്ള സൂചനകൾ CBI തള്ളിയിരിക്കുന്നു. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നതിലും CBIക്ക് വ്യക്തമായ കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ജസ്ന ഗർഭിണിയായിരുന്നുവെന്നും കാമുകൻ കൊലപ്പെടുത്തിയതോ അല്ലെങ്കിൽ കാമുകൻ കൈവിട്ടപ്പോൾ ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള സാധ്യതയിൽ അന്വേഷണം വേണമെന്നുള്ള ഹർജി നിലവിൽ CBI കോടതിയുടെ പരിധിയിലാണ്. ജസ്ന ഗർഭിണിയായിരുന്നില്ല എന്ന ഗൈനക്കോളജിസ്റ്റിന്റെ മൊഴിയുണ്ടെന്നാണ് CBI നൽകുന്ന വിശദീകരണം. അതേസമയം ജസ്ന ആരുടെയോ പീഡനത്തിന് ഇരയായി എന്നും സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യണമെന്നുള്ള സംശയത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ജസ്നയുടെ ആർത്തവരക്തമുള്ള തുണി പരിശോധനയ്ക്ക് എടുത്തിട്ടില്ല എന്നും എരുമേലിയിൽ നിന്നും മുണ്ടക്കയത്തേക്കുള്ള ബസ് യാത്രയിൽ ജസ്ന വഴിയിൽ ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന ബന്ധുക്കളുടെ പരാതികൾക്ക് ഉത്തരം കണ്ടെത്താനും ആയിട്ടില്ല. സാധ്യതകളെല്ലാം CBI തള്ളിക്കളയുമ്പോഴും ഒരു കാര്യവും വ്യക്തമാണ്. ബന്ധുക്കൾക്ക് പോലും അറിയാത്ത ബന്ധം ജസ്നയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. അവൾ ചതിക്കപ്പെട്ടിരിക്കാം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് BCom അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കെയാണ് ജസ്ന മരിയയെ കാണാതാകുന്നത്. കോളേജിലെ സഹപാഠികളിൽ നിന്ന് വിവരങ്ങൾ ആരായുന്നതിലും CBIക്ക് വലിയ വീഴ്ചയുണ്ടായതായി ഹർജിയിൽ പറയുന്നു. ജസ്നയെ കാണാതായ സംഭവത്തിൽ CBIയുടെ അന്തിമ റിപ്പോർട്ട് തള്ളുകയും പുനരന്വേഷണം നടത്തുകയും വേണമെന്ന പിതാവ് ജെയിംസ് ജോസഫിന്റെ ഹർജി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 12-ന് പരിഗണിക്കുകയാണ്. CBIയുടെ അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല എന്നാണ് ജെയിംസ് ജോസഫ് ഹർജിയിൽ പറയുന്നത്. എരുമേലിക്ക് സമീപം പുലിക്കുന്നത്ത് ഇടുക്കി ജില്ലാ അതിർത്തിയായ മുണ്ടക്കയത്തിനും ഇടയ്ക്കാണ് ജസ്നയെ കാണാതാകുന്നത് എന്നും ഈ സ്ഥലങ്ങളിൽ CBI അന്വേഷണം നടത്തിയില്ല എന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഫൈനൽ BCom ക്ലാസ്സിലെ സഹപാഠികളായ 5 വിദ്യാർത്ഥികളെക്കുറിച്ച് അന്വേഷിച്ചില്ല. കോളേജിലെ NSS ക്യാമ്പിന് പോയിരുന്നുവെങ്കിലും അവിടങ്ങളിൽ അന്വേഷണം ഉണ്ടായതേയില്ല. അതേസമയം ജസ്നയ്ക്ക് ഗർഭലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ആൺ സുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയെന്നും ആർത്തവരക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തിയിട്ടില്ല എന്നുമുള്ള CBIയുടെ റിപ്പോർട്ടിനോട് ബന്ധുക്കൾക്ക് യോജിക്കാനും കഴിയുന്നില്ല. ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ല എന്നാണ് CBIയുടെ നിലപാട്. CBI ചോദ്യം ചെയ്തപ്പോൾ ജസ്നയുടെ പിതാവ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ല എന്നും CBI വിശദീകരിക്കുന്നു. 2018 മാർച്ച് 22-നാണ് ജസ്ന മരിയ ജെയിംസിനെ കാണാതായത്. അടുത്ത ദിവസം എരുമേലി പോലീസ് സ്റ്റേഷനിൽ വീട്ടുകാർ പരാതി നൽകിയിരുന്നു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് പരാജയപ്പെട്ടപ്പോൾ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം 2021 ഫെബ്രുവരിയിൽ ഹൈക്കോടതിയിലാണ് കേസ് CBIക്ക് കൈമാറിയത്. ലോക്കൽ പോലീസിനാണ് ഇതിൽ വീഴ്ച സംഭവിച്ചത് എന്നും ഇത് കേസ് അന്വേഷണത്തിൽ വലിയ വീഴ്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും ഹോസ്റ്റലിൽ ഒപ്പമുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതും അധ്യാപകരുമായും ജസ്നയ്ക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല എന്നും ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് CBIയുടെ നിലപാട്. CBI അന്വേഷണം തൃപ്തികരമല്ലെന്നും ശരിയായ ദിശയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുമാണ് ജസ്നയുടെ പിതാവിന്റെ നിലപാട്. കോവിഡ് കാലത്ത് ജസ്ന വാക്സിൻ എടുത്തിരുന്നോ, കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചതിലും സൂചന ലഭിച്ചില്ല. ജസ്നയെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായവും തേടിയിരുന്നു. CBI ഇന്റർപോൾ വഴി 191 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ഇറക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ജസ്ന ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഏറെ കുറവാണെന്നാണ് നിഗമനം.